കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്തായിരിക്കും. കേക്ക് ഡെക്കറേഷൻ ആണ്. കേക്ക് ഡെക്കറേഷൻ എന്തെല്ലാം വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ ഒരു ബോളിൽ വിപ്പിംഗ് ക്രീം ഉണ്ട്, ജെംസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ചില ചോക്കോ സിറപ്പുണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, പിന്നെ വേണ്ട സ്പൂൺസ് ആണെങ്കിലും നൈഫ് ആണെങ്കിലും സിസേഴ്സ് വേണമെങ്കിൽ അത് പൊട്ടിക്കാനായിട്ട് കട്ട് ചെയ്യാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഒരാൾ ചെയ്യുന്നത് വേറെ ആൾ കോപ്പി ചെയ്യരുത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നോക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് എടുക്കാം കേട്ടോ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഞാനായിരുന്നു ആദ്യം ജയിക്കാൻ പോകുന്നത്. ഞാനെല്ലാം ക്ലീൻ ആയിട്ടാണ് വെച്ചായിരിക്കുന്നില്ല. ഇല്ല, ഇങ്ങനെ തന്നെ ചെയ്യും. അതിൽ സ്റ്റാർട്ടിൽ വേണമെങ്കിൽ റഫാൻ എടുക്കുക. ഇത് ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എത്ര ഇവിടെ കിടക്കുവാണെന്ന് ആദ്യം കുറച്ച് സ്പ്രെഡ് ചെയ്യാം. റൈസാൻ കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കണ്ട നിങ്ങൾ അവരുടെ ഞാൻ സ്പേസ് ആ ഒരു പ്ലേസ് മാറ്റി നിങ്ങൾ ഇരുത്തിയാലോ എന്ന് വിചാരിക്കുക. ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ വേറെ പ്ലേസിലേ, അപ്പം നോക്കത്തില്ലല്ലോ. അവിടെ ഒരാൾ വിപ്പിംഗ് ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. റൈസാൻ ഈ ബ്രെഡിന്റെ ഇല്ല ഗൈസ്, ഇതാണ്ട് ഈ പൊടി അത് താണ്ട് ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അത് അതൊന്നും കുഴപ്പമില്ല. ഇതിന് ഒത്തിരി ഒത്തിട്ടില്ല. കൈ വെച്ച് കാണിക്കട്ടെ ഗൈസ്. ചേട്ടാ കൊഴിഞ്ഞാണ് ഗൈസ്. Oh my god. ഇത് റിയലാണ്. കിട്ടുന്നില്ല ഗൈസ് നല്ലതായിട്ട്. മുഖത്തിലൊക്കെ വരുന്നു. ചെയ്തോ ഓരോന്നും ഇപ്പോൾ വേണ്ട, അതനുസരിച്ച് നിങ്ങളൊന്ന് ഇതാക്കിയാൽ മതി. നല്ല ഫിനിഷിംഗ് ആയിരിക്കണം. ആദ്യമാണ് ഫിനിഷിംഗ് നമുക്ക് നോക്കാം. ആ ഒരു ബോളിലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബോളിൽ എത്ര ഉണ്ടോ അത്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ തരില്ല. അത് വെച്ചിട്ടാണ് എല്ലാവർക്കും സെയിം അല്ലേ, അതനുസരിച്ചാണ് എല്ലാവർക്കും. അതിൻ്റെ മേലെ തന്നെ വെക്ക്. നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ആ സൈഡിലൊക്കെ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. വിപ്പിംഗ് ക്രീം ബാക്കിയുണ്ടല്ലോ, അപ്പോൾ യൂസ് ചെയ്യാമല്ലോ. ഇത് ഒട്ടത്തില്ല കേട്ടോ നല്ലതായിട്ട്. ഇടയ്ക്കൊക്കെ എന്താ വായിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. റൈസാൻ്റെ ഇത്രയായി. ഇനിയിപ്പോൾ റൈസാൻ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഈ സെഷൻ പക്ഷെ ഞാൻ കഴിക്കില്ല. ക്ലീൻ ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ആയാലോ ഇതെങ്ങനെ മൂടി വെക്കാം കേട്ടോ. ആയിട്ടില്ല കേട്ടോ, എല്ലാം മിക്സ് ചെയ്യണം. നിനക്കെല്ലാം ധൃതിയല്ല റഫാൻ, എല്ലാം ധൃതിയാ. പതുക്കെ ചെയ്താൽ മതി, സമയമുണ്ടല്ലോ. ടൈമൊക്കെ ഉണ്ട്. എത്ര മിനിറ്റാ? 4 മിനിറ്റ് തരാം. വേണ്ട അത് കുഴപ്പമില്ല, ആദ്യമാണ് ഫിനിഷ് ആയതെന്ന് നോക്കാം. എൻ്റെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരുവിധമായിട്ടില്ല. കാണുന്നു കേട്ടോ, കാണാൻ പറ്റില്ല. ഞാനും ആയിട്ടുണ്ടേ. ഞാനൊട്ടുമായിട്ടില്ല എന്ന് പറയാം, ഏകദേശം ആയിട്ടുണ്ട്. ആ ഒരു ഇങ്ങനെ സൈഡ് ചെയ്യാനായിട്ട് പ്ലേറ്റ് ഇങ്ങനെ കറക്കി അങ്ങനെ ചെയ്യാം, അപ്പോൾ ശരിക്കും സൈഡിൽ കിട്ടും. ഇവിടെ കിടക്കാം, കഴിക്കാം. അവരവർ ചെയ്ത് അവരവരെന്നെ കഴിച്ചാൽ മതി. നല്ലോണം നക്കുന്നൊക്കെ ഉണ്ട്. അയ്യേ റഫാൻ, നല്ല മധുരം. പിന്നെ വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടായില്ലേ?
അവിടെ ദേ മുഖത്തൊക്കെ പറ്റാൻ തുടങ്ങി. അല്ലേ വിപ്പിംഗ് ക്രീം വെച്ചോണ്ടിരിക്കാൻ പോകണോ? പിന്നെ കേക്ക് തിന്നു ഇല്ല തമാശ പറയുന്നു. 10 കിലോ ഞാൻ ഇത്ര ചെറിയ ഞാനിത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോട്ടെ. ആ ചെയ്തു ഞാനിത് ഇവിടെ എപ്പോഴേക്കും ചെയ്യാം. ഒരാൾ കേക്കിലല്ലാട്ടോ, ഒരാൾ നോക്കിയ പ്ലേറ്റിലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ വിപ്പിംഗ് ക്രീം മൊത്തം പ്ലേറ്റിലാണല്ലോ. ഓരോരുത്തരുടെ കാണിച്ചുതരാം. ഇവൻ വിപ്പിംഗ് ക്രീമിൽ കുളിച്ചിട്ടുണ്ട്. റഫാൻ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയാണല്ലോ. അയ്യേ അതിനല്ല ടിഷ്യൂ പേപ്പർ എന്താക്കുന്നത്? നിങ്ങൾ എന്തിനാ നക്കുന്നത്? അതേ വെച്ചേക്കുന്നല്ലോ. നെക്സ്റ്റ് റഫാൻ ഇത്ര ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീമിന് റഫാൻക്ക് ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഈ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് എന്തൊരു കഷ്ടപ്പാടല്ലേ റഫാൻ? ഉള്ള വിപ്പിംഗ് ക്രീം അല്ലേ ഇതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ വെക്കാം. ഒരാള് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കിറ്റ്കാറ്റാണ് ഗൈസ് യൂസ് ചെയ്യാൻ പോകുന്നത്. കിറ്റ്കാറ്റ് ടിഷ്യൂ പേപ്പർ ഉണ്ടോ? മൈൻഡിൽ വിചാരിച്ച് ആ കേക്ക് കട്ട് ചെയ്യുമെന്ന് തോന്നി റഫാൻ ഇപ്പൊ ചെയ്ത് കൊള്ളാലോ. ഇനിയിപ്പോ എന്തിനാ അതിലിട്ട് പറയുന്നത്? ഇപ്പം തന്നെ മുറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലില്ല, കയ്യിലുള്ളത് ചെയ്താൽ മതി. കയ്യിലുള്ളത് ചെയ്താൽ മതി. നേരത്തെ കോട്ട് ചെയ്ത് കാണില്ല. നിന്റെ ഫ്ലോപ്പ് ആവും മോനെ. ഇവിടെയൊക്കെ വിപ്പിംഗ് ക്രീം ഇരിക്കുന്നു ഫേസിൽ. നോക്ക് ഡൈനിങ് ടേബിൾ നിറയെ ടിഷ്യൂ പേപ്പറാണത്. നെക്സ്റ്റ് ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്? ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതും വേണമല്ലേ? ഇതും പിന്നെ അതില്ലേ ഞാൻ നോക്കുന്നത് മറ്റൊരു സാധനം ഉണ്ടെങ്കിൽ അറിയില്ല കഴിച്ച ഇവിടെ പോയി കണ്ടില്ല. എല്ലാം ഇവിടെ നിന്ന് കാണാതെ സിസേഴ്സ് എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ട്. വേണ്ട വേറെ ആളുടെ നോക്കണ്ട. മൂന്നേരുടെ ഏകദേശം ഒരുപോലെ തന്നെയുണ്ട്. 3 ആണോ? എൻ്റെ കോപ്പി ആയിരിക്കും പൈസ വരാം. അയ്യോ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്താൽ ഇച്ചിരി ഇത് എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ വെക്കാം. എൻ്റെ പൊന്നോ, അവിടെ ഒരാൾ സിറപ്പിട്ട് വരുകയാണ്. ഒരാളത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ? കൊള്ളാമോ ഗൈസ്? കഴിഞ്ഞോ? ആ ഓക്കെ. എൻ്റെ ഇച്ചിരി ഇത് യൂസ് ചെയ്യും.
പിന്നെ ഇല്ലല്ലോ, ഒരാൾക്കുള്ളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ 3 പേരും ഒരുപോലെയൊക്കെയാണല്ലോ നോക്കി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ല ഗൈസ് അല്ല. ഒരു ഡെക്കറേഷനാണ് ഈ കാണുന്നത്. കേക്ക് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കഴിഞ്ഞോ? കഴിഞ്ഞവരും കൊണ്ടൊന്ന് കാണിച്ചേ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അല്ലേ? അതെ ഗൈസ്, എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഗൈസ് ഇങ്ങനെ ചെയ്താലോ? ഗൈസ് എൻ്റെ കയ്യിലിട്ടുണ്ട് കേട്ടോ, കാണിക്കൂ. ഓക്കെ, ഇതാണ് റഫാൻ്റേത്. നിങ്ങൾ തന്നെ പറയണം കേട്ടോ ആദ്യം നല്ലത്. നോക്കട്ടെ, റഫാൻ ഫ്രണ്ടിലോട്ട് ഉണ്ടെന്ന്. ഗൈസ് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതാണ് റഫാൻ. ഒരാൾ ചെയ്തത് റഫാൻ്റെ. ഇനിയിപ്പോൾ റിഹാൻ നോക്കട്ടെ, റിഹാൻ്റെ നോക്കട്ടെ. എല്ലാവരും അതാ ഒരുപോലെ തന്നെയാണ്. ഇത് കണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ ചെയ്തില്ല. മുകളിൽ അങ്ങനെ വെച്ചിട്ട് ഇതാണ് റിഹാൻ ചെയ്തത്. ഇനി റൈസാൻ്റെ നോക്കട്ടെ. എല്ലാം സെയിം ആയിട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ 3 പേരും ജെംസ് കുറച്ച് സിറപ്പ് ഇത് സെയിം ആണ്. ഇതെന്റെ കോപ്പി ചെയ്തത്, അത് കോപ്പി ചെയ്തതാണ് ഗൈസ്. അല്ല ഗൈസ്, ഇത് ഒന്ന് റഫാൻ്റേത്. ഇനി റൈസാൻ അതിൽ സിറപ്പിന് ഒഴിച്ച് കഴിക്കൂലെന്ന് തോന്നുന്നു. ഗൈസ് ലൈക്ക് ചെയ്യാട്ടെ, കഷ്ടപ്പെട്ട് ചെയ്തത്. അതെ ഗൈസ്, ചെയ്യുക ഗൈസ് പ്ലീസ്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി 3 പേരും ചെയ്തത് വലിയ വ്യത്യാസം 3 പേരും തോന്നുന്നുണ്ട്. ഇത് റൈസാൻ. 3 പേരും ചെയ്തത് എനിക്ക് വല്ല മാറ്റമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ് ഗൈസ്. ഇഷ്ടപ്പെട്ട ഏതാണ് നല്ലതുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ ബൈ.